നമസ്കാരം. തടൈ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ് സിനിമാ രംഗത്തും രാഷ്ട്രീയ വേദിയിലും ഒരുപോലെ ചർച്ചകൾ കൊഴുപ്പിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് TN 2026 എന്ന ചിത്രം. തിരഞ്ഞെടുപ്പ് ചൂട് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ദേശീയ മക്കൾ ശക്തി കക്ഷി പ്രസിഡന്റ് ML രവി ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗൗരവമേറിയതാണ്. ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ ആസ്പദമാക്കിയൊരുക്കിയ ഈ ചിത്രം വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉമാപതി രാമയ്യ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നാട്യ നടരാജ്, തമ്പി രാമയ്യ, MS ഭാസ്കർ എന്നിവർ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ എത്തുന്നുണ്ട്. ട്രെയിലർ പുറത്തു വന്നതോടെ തന്നെ ചിത്രത്തിലെ കഥാപാത്രത്തിന് വിജയിയുമായി സാമ്യമുണ്ടെന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു. രാഷ്ട്രീയ പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയിയെ പരിഹസിക്കുന്ന തരത്തിലുള്ള അവതരണമാണ് സിനിമയിൽ ഉള്ളതെന്നും ആരോപണം ശക്തമായിരുന്നു. ഏപ്രിൽ 10 റിലീസ് നിശ്ചയിച്ചിരിക്കുന്ന ഈ ചിത്രം തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രദർശിപ്പിക്കുന്നത് തടയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. അതേസമയം വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന ചിത്രവും സമാന രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാണ്. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച മാറ്റങ്ങളോടെ പുനഃപരിശോധനാ സമിതിയുടെ അനുമതി ലഭിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലിയറൻസ് ലഭിക്കാത്തതാണ് റിലീസിനെ വൈകിപ്പിക്കുന്നത്.